ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീഫ് ചില്ലിയാണ്. ബീഫ് കൊണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പക്ഷെ ബീഫ് ചില്ലി ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാവില്ല. ബീഫ് സ്ഥിരമായി കഴിക്കുന്നവർക്ക് ബീഫ് ചില്ലി ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഐറ്റം ആയിരിക്കും. കുറച്ചധികം ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്യുന്നതാണ്. ഒരുപാട് ദിവസം കേടാവാതെ ഇരിക്കും ചെയ്യും. നല്ല ടേസ്റ്റിയാണ്. പ്രത്യേകിച്ചും നമ്മൾ ഇടിച്ച മുളകൊക്കെ ചേർക്കുന്ന കാരണം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ ബീഫ് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കട്ട് ചെയ്യണമൊന്നുമില്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ ബീഫ് എങ്ങനെയാണോ കിട്ടിയത് ഒരു ഏകദേശം ഇതിൽ തന്നെ നമ്മൾ ജസ്റ്റ് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. എല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. എന്നിട്ട് ഞാൻ 1 കിലോയിലാണ് ചെയ്യണത്. മഞ്ഞൾപ്പൊടി ഇട്ടു, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, ഇത്ര ഇട്ടാൽ മതി. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ വെച്ചിട്ട് അടച്ചങ്ങ് വേവിക്കുക. നമുക്ക് ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും. ഞാനിപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചു. ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഞാനത് ഇങ്ങനെ നീളത്തിലായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിയുന്നതൊന്നും കാണിച്ചില്ല, കാരണം വീഡിയോ ലെങ്തി ആയി പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. നമുക്കറിയാലോ ബീഫ് ചില്ലി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടാവുകയെന്ന്. ഇനി നമ്മൾ ബീഫ് ഫ്രൈ ചെയ്യാനുള്ള മസാല ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഏകദേശം 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ ബീഫിൽ വേറെ മുളക് ഇട്ടിട്ടില്ലല്ലോ. 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ഇടിച്ച മുളകാണ്, ചതച്ച മുളക് എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം. മുളക് മിക്സിയിൽ പൊടിച്ചാൽ മതി. ഞാൻ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ബീഫിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇട്ടത് പെരുംജീരകമാണ്, 1/2 ടീസ്പൂൺ പെരുംജീരകം. പിന്നെ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാടായി പോവാതെ നോക്കുക. ഒരു ലെമണിൻ്റെ ഹാഫ് പിഴിഞ്ഞ് നീരെടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എരിവിനനുസരിച്ച് മുളകൊക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. പിന്നെ കളറ് ചേർക്കുന്നവരുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ കളറ് ചേർത്തിട്ടില്ല. കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും, കാരണം കോൺഫ്ലവർ ഉള്ളത് കാരണം കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. ഇനി നമ്മൾ ബീഫ് എല്ലാം കൂടി ഇതിലിട്ടിട്ടൊന്ന് പൊതിഞ്ഞെടുക്കണം. ശരിക്കും നന്നായിട്ട് കവർ ചെയ്തെടുക്കണം. എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. കുരുമുളക് പൊടി കുറച്ച് കുറവാന്ന് തോന്നി, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഇട്ടതാണ്. എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോൺഫ്ലവർ ഉള്ളത് കാരണം എല്ലാ പീസസും തമ്മിൽ ഒട്ടിപ്പോവും. അപ്പോൾ അത് ചെയ്യരുത്. ഓരോന്നോരോന്നായിട്ട് തന്നെ അങ്ങനെ ഇട്ട് കൊടുക്കുക. എണ്ണയിൽ കിടന്ന് ഒന്ന് ചൂടാവുന്നതോടുകൂടി പിന്നെ ആ ഒട്ടിപ്പിടിക്കാനുള്ള ആ ഒരു ഇത് പോയി കിട്ടും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക. നമ്മൾ ബീഫ് ശരിക്കും വേവാനൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ബീഫ് വേവിച്ചിട്ടുള്ളതാണല്ലോ. പിന്നെ ഇതിൻ്റെ പുറത്തുള്ള ഈ കോട്ടിങ് ഒന്ന് വെന്ത് വരിക എന്നുള്ളൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയാവും. ഹൈ ഫ്ലെയിമിലാകുമ്പോൾ ഇട്ട് കൊടുക്കുക, എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിലാക്കുക. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഒരുമിച്ചിടരുത്. ഒരു 1/4 വേവാകുമ്പോൾ, അതായത് നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു 2 മിനിറ്റ് മുമ്പേ നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ആ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കരുത്. നമ്മൾ എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് ഇട്ട് കൊടുക്കുക, കാരണം കറിവേപ്പില പെട്ടെന്ന് തന്നെ ഫ്രൈ ആവുമല്ലോ. എന്നിട്ട് നമ്മൾ ബീഫ് കോരിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിൽ ചെയ്താൽ മതി. ഞാൻ ഇപ്പം 3-4 ഘട്ടങ്ങളായിട്ടാണ് ചെയ്തത്. ഞാനൊരു 2ാമത്തെ ഘട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. അതുപോലെ പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് സമയം പച്ചമുളക് ഫ്രൈ ചെയ്യരുത്, അപ്പോൾ കാഴ്ചയിലുള്ളൊരു ലുക്ക് ഉണ്ടാവില്ല. കാര്യമായിട്ട് ഇപ്പം നമ്മൾ പച്ചമുളക് ചേർക്കുന്നത് കാണുമ്പോൾ ഉള്ളൊരു ഇതിന് വേണ്ടിയിട്ട്, ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. എരിവിനുള്ള മുളക് നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്.
കോൺഫ്ലവർ ഒരുപാട് കൂടിപ്പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ബീഫ് വല്ലാതെ അങ്ങ് ഡ്രൈ ആയി പോവും, കുറച്ചൊരു ഹാർഡായി പോവും. അപ്പോൾ അത് വേണ്ട. മൊത്തത്തിൽ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി ഒരു ചെറിയൊരു മിനുക്ക് പണി കൂടി ചെയ്യാനുണ്ട്. അതിലേക്ക് വേണ്ടി നമ്മൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഒരു 4 ടീസ്പൂൺ ടൊമാറ്റോ സോസ് എടുക്കുന്നുണ്ട്. ഏകദേശം 4 ടീസ്പൂണാണ്. പിന്നെ സോയ സോസ് 1 ടീസ്പൂൺ മതി. പിന്നെ ക്രഷ്ഡ് ചില്ലി, അത് എരിവിനനുസരിച്ച് എടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ വിനാഗിരി, അത് 1 ടീസ്പൂൺ മതി. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കണം. ഓയിൽ ഓവറായി പോകരുത്, വളരെ കുറച്ച് 1 ടീസ്പൂൺ ഓയിൽ. അതിലേക്ക് നമ്മൾ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത ആ പാത്രം തന്നെയാണ്, അത് ആ എണ്ണ മതി കേട്ടോ. എന്നിട്ട് ഈ സോസ് ഒന്ന് മിക്സ് ആകുമ്പോൾ നമ്മൾ ബീഫ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ബീഫിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും നമ്മൾ ഈ ഉണ്ടാക്കിയ മിക്സ് ഒന്ന് എത്തണം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് സമയം കുക്ക് ചെയ്യൊന്നും വേണ്ട, ഫ്ലെയിമൊന്നും വേണമെന്നില്ല. നല്ല എരിവുള്ള ബീഫ് മാത്രമല്ല, ഈ ടൊമാറ്റോ സോസിൻ്റെ ചെറിയൊരു സ്വീറ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നതോടുകൂടി ലോ ഫ്ലെയിം ആക്കുക. ഇനി ഓഫാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതാ സെർവ് ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റിയാണെന്ന്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.